നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 2 കോടിയിലധികം രൂപ മുടക്കിയിട്ടും ഘടാഘടിയൻ അഭിഭാഷകരെ അണിനിരത്തി സുപ്രീം കോടതി വരെ പോയി പോരാട്ടം നടത്തിയിട്ടും പെരിയ കൊലക്കേസിൽപ്പെട്ട CPM നേതാക്കളെ രക്ഷിക്കാൻ സർക്കാരിനും പാർട്ടിക്കും പിണറായി വിജയനും കഴിഞ്ഞില്ല. കൃപേഷ്, ശരത്ലാൽ എന്നീ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ദാരുണമായി വധിച്ച കേസിൽ 14 CPMകാർ കുറ്റക്കാരാണെന്ന് കൊച്ചി CBI കോടതി ഇന്ന് കണ്ടെത്തി. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ CPMന്റെ പ്രമുഖ നേതാവും മുൻ ഉദുമ MLAയുമായ KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരുണ്ട്. KV കുഞ്ഞിരാമൻ മുൻ MLA മാത്രമല്ല, ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയാണ്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ലോക്കൽ ഏരിയ തലങ്ങളിലുള്ള 14 പേർ കുറ്റക്കാരാണെന്നാണ് CBI കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 2019 ഫെബ്രുവരി 17 രാത്രി 7:30 പെരിയ കല്ലാട്ട് വച്ച് കൃപേഷ്, ശരത്ലാൽ എന്നീ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPMകാരെന്ന് പറയപ്പെടുന്നവർ ദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കൃപേഷിനെയും ശരത്ലാലിനെയും വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു വീഴ്ത്തിയാണ് വെട്ടിക്കുന്നത്. നാടാകെ രോഷമുണർന്ന ഒരു മൃഗീയമായ ഒരു നടപടിയായിരുന്നു അത്. ആദ്യം പഴയതുപോലെ തന്നെ, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ചെയ്യുന്ന പോലെ തന്നെ തങ്ങൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് CPM ഒഴിയുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ആകട്ടെ ഏതാനും ലോക്കൽ CPMകാർ പ്രതികളാക്കി കേസെടുക്കുകയും ചെയ്തു. ഈ പ്രതികൾക്കും കൃപേഷിനും ശരത്ലാലിനും ഇടയിൽ ചില വ്യക്തി വൈരാഗ്യങ്ങൾ ഉണ്ടെന്നും അതാണ് കൊലപാതകത്തിന് കാരണമെന്നും ഇതിനു മുന്നിൽ രാഷ്ട്രീയമില്ലെന്നുമൊക്കെയാണ് ആദ്യം അന്വേഷിച്ച പോലീസും ക്രൈംബ്രാഞ്ചും പറഞ്ഞത്. എന്നാൽ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബവും കോൺഗ്രസും അതിശക്തമായ നിയമ പോരാട്ടം നടത്തിയാണ് CBIയെ കൊണ്ടുവന്നത്. CBI ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ സംസ്ഥാന സർക്കാരും CPMും എല്ലാം പോയി പൊരുതി നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. മനീന്ദർ സിംഗിനെയും രഞ്ജിത് കുമാറിനെയും പോലെയുള്ള ഘടാഘടിയൻ സുപ്രീം കോടതി അഭിഭാഷകരെ അണിനിരത്തിയാണ് ഈ കേസ് CBIക്ക് വിടാതിരിക്കാൻ വേണ്ടി CPMും സർക്കാരും പഠിച്ച പണി 18 നടത്തിയത്. പക്ഷേ ഫലമുണ്ടായില്ല. കേസ് CBIക്ക് വിട്ടു. CBI കേസ് അന്വേഷിച്ചു, കൃത്യമായി പ്രതികളെ കണ്ടെത്തി ചാർജ് ഷീറ്റ് കൊടുത്തു. വരുന്ന വെള്ളിയാഴ്ച ഇവരുടെ വിധി എന്താണെന്ന്, അല്ലെങ്കിൽ ഇവരുടെ ശിക്ഷാ വിധി എന്താണെന്ന് കൊച്ചി CBI കോടതി പ്രഖ്യാപിക്കും. ഇതൊന്നൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, CPMന്റെ അണികളെ രക്ഷിക്കാൻ, CPM അല്ലെങ്കിൽ ഏർപ്പെടുത്തുന്ന കൊലയാളികളെ അടക്കം രക്ഷിക്കാൻ ആ പാർട്ടി ഏതറ്റം വരെയും പോകുമെന്ന ഒരു സന്ദേശം ഇതിനുണ്ട്. പക്ഷേ എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് വെച്ചാൽ, വളരെ ശക്തമായ ജനരോഷവും പിന്നെ ഈ 2 ചെറുപ്പക്കാരുടെ മരണമുയർത്തിയ വികാരവിക്ഷോഭവും കോൺഗ്രസ് പാർട്ടിയെയും കോൺഗ്രസ് നേതാക്കളെയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ അത് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ത് വില കൊടുത്തും കൃപേഷിനെയും ശരത്ലാലിനെയും വധിച്ചവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഈ 2 ചെറുപ്പക്കാരുടെയും കുടുംബങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പ് കൊടുത്തു. അതിന് തങ്ങൾ ഏതറ്റം വരുമെന്നും വരെ പോകുമെന്നും ഒരു കാരണവശാലും തങ്ങൾ അതിന് പിന്നോക്കം പോകില്ലെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പ് കൊടുത്തത്. മുൻ DCC പ്രസിഡന്റും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അഭിഭാഷകനുമായിരുന്ന CK ശ്രീധരൻ CPMലേക്ക് മറുകൊണ്ടം ചാടിപ്പോയി പ്രതികൾക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തപ്പോഴും കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ പിന്തിരിയാൻ തയ്യാറായില്ല. DCC പ്രസിഡന്റായിരുന്ന CK ശ്രീധരൻ പ്രതികൾക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കുകയും ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അമ്മയെ ഉൾപ്പെടെ, മാതാപിതാക്കളെ ഉൾപ്പെടെ കൂട്ടിക്കയറ്റി വിസ്തരിക്കുക വരെ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ മറുകണ്ഠം ചാടൽ, അല്ലെങ്കിൽ ഈ കൂറുമാറ്റം, ഈ ഒറ്റ് കോൺഗ്രസ് നേതാക്കളെ, അല്ലെങ്കിൽ കോൺഗ്രസ് അണികളെയും പ്രവർത്തകരെയും നേതൃത്വത്തെയുമാകെ ശരിക്കും അമ്പരപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഇവർ പിടിച്ചു നിന്ന് വളരെ ശക്തിയായ നിയമ പോരാട്ടം നടത്തുകയും ഒരു കാരണവശാലും ഈ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാതിരിക്കില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. CBI വന്നപ്പോൾ തന്നെ CPMന് തങ്ങളുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ വിട്ടുപോയി എന്ന് ബോധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കേസിൻ്റെ ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് CPM നേതൃത്വം, CPM സംസ്ഥാന നേതൃത്വം ഒട്ടാകെ ശ്രമിച്ചത്. ഇപ്പോൾ LDF കൺവീനർ രാമകൃഷ്ണൻ, മുൻ മന്ത്രി രാമകൃഷ്ണൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കേസിന് മേൽക്കോടതിയിൽ പോകുമെന്ന്. ഇത്രയും നാളും പെരിയ കൊലക്കേസുമായി ആദ്യം തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ CPM നേതൃത്വം ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ പോകുമെന്ന നിലവരെ എത്തി. ഏതായാലും പെരിയ കൊലക്കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതും അവർക്ക് വിധിക്കാൻ പോകുന്ന ശിക്ഷയും തികച്ചും
ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു അവസാനമാകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിൽ പൊലിഞ്ഞ നിരവധി ചെറുപ്പക്കാരുണ്ട്, നിരവധി കുടുംബങ്ങൾ അനാഥമായി, നിരവധി കുട്ടികൾ അനാഥരായി, നിരവധി സ്ത്രീകൾ വിധവകളായി, നിരവധി അച്ഛനമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടു. നിരന്തരമായിട്ട് ഈ കൊലപാതകങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു അറുതി വരുത്താൻ ഈ CBI കോടതിയുടെ, കൊച്ചി CBI കോടതിയുടെ വിധി ഒരു ഉപകരണമാകട്ടെ, ഒരു നിമിത്തമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.